ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണിയാണ്. എങ്ങോട്ട് പോകുമെന്ന് അറിയാമോ കൂട്ടുകാരെ? ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് സൗദി അറേബ്യയിൽ പോവാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. എൻ്റെ കൂടെ അമ്മയുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് 6 മണിക്കായിരുന്നു. നമ്മൾ 2 മണിക്ക് എയർപോർട്ടിലെത്തി. ഗൾഫ് എയർ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് എത്തി. അങ്ങനെ എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഫ്ലൈറ്റിനുള്ളിൽ കയറിയായി. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ഒക്കെയും എനിക്കും അല്ലുവിനും നല്ലോണം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ അന്ന് വരെയും ഒരു അത്ഭുതത്തോടു കൂടി കണ്ടിരുന്ന ആ വിമാനത്തിനുള്ളിൽ കയറിയപ്പോഴുണ്ടായ സന്തോഷം എനിക്കും അല്ലുവിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ സീറ്റ് നമ്പർ നോക്കി നമുക്ക് കിട്ടിയത് വിൻഡോ സീറ്റായിരുന്നു. അല്ലു വന്ന പാടെ സീറ്റ് ബെൽറ്റൊക്കെ ഒന്ന് ഇടാനായിട്ട് നോക്കി. അത് കഴിഞ്ഞ് ആൾ വിൻഡോയിലൂടെ കാഴ്ചകളൊക്കെ കണ്ടു. എങ്ങനെയാ ആ മേഘങ്ങൾക്കിടയിലൂടെ ഫ്ലൈറ്റ് പോകുന്നതും അയ്യോ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി. കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണിയാണ്. ഒരുപാട് പ്രാവശ്യം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഇതൊന്നും പറഞ്ഞാൽ ഇതിലെന്തിരിക്കുന്നു എന്നൊരു ഫീലായിരിക്കും. ബട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ഒരിക്കൽ പോലും വിചാരിക്കാത്തൊരു കാര്യം നമ്മുടെ ലൈഫിൽ വന്നു ചേരുമ്പോൾ മാത്രമേ അതിൻ്റെ സന്തോഷം, അത് എത്ര ചെറിയ കാര്യമായാലും അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കും. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റിന് എഗ് ഫ്രൈ, സോസേജ്, പിന്നെ ഒരു കട്ട്ലേറ്റ്, ഒരു ചെറിയ പീസ് കേക്ക്, ബട്ടർ ബൺ, കോഫി, വാട്ടർ, ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നത്. വാട്ടർ ഒഴികെ ബാക്കിയെല്ലാം നല്ല ഹോട്ടായിരുന്നു. വാട്ടർ മാത്രം കൂളായിരുന്നു. കൂളെന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു 3-4 ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് തണുപ്പിച്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് അല്ലു കുടിക്കുമ്പോഴത്തേനും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ ഇതോടുകൂടി മൂക്കും സൗണ്ടിൻ്റെയും കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുമെന്ന്. ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവന് ഫുഡൊക്കെ നല്ല എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു. എന്ന് വെച്ചാൽ രാവിലെ ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ക്ഷീണം ഉണ്ടായിരുന്നു അന്നേരം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആളൊന്ന് ഓണായി. അത് കഴിഞ്ഞ് കോഫി കൊണ്ടുവന്ന ആൾ കുടിച്ചിട്ടില്ല. അല്ലുവിൻ്റെതും കൂടി ഞാൻ തന്നെയാണ് കുടിച്ചത്. കോഫി, ചായ ഇതൊന്നും അവന് കൊടുത്ത് ഞാൻ ശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അപ്പോഴും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ സൺലൈറ്റ് കറക്റ്റായിട്ട് അല്ലുവിൻ്റെ മുഖത്ത് കൊള്ളുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഹുഡിയുടെ ക്യാപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ഹാപ്പി ആയിട്ടിരുന്നു. ഇപ്പോൾ ഒരു 7-7:30 ടൈമാണ് ഈ ഫുഡ് കഴിക്കുന്ന ടൈം. അന്നേരം വിൻഡോസൊക്കെ ഓപ്പണായിട്ട് തന്നെ വെച്ചിരുന്നു എല്ലാവരും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ 10 മണിയൊക്കെ ആയപ്പോഴത്തേനും എയർ ഹോസ്റ്റസ് തന്നെ വന്ന് പറഞ്ഞു എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്ത് വെക്കാൻ, എൻ്റെ ഷട്ടർ ക്ലോസ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അതിൽ ഒട്ടുമിക്ക ആൾക്കാരും ആ ടൈം ഉറങ്ങുമായിരുന്നു. കാരണം വെളുപ്പിന് 2:30-3 മണിയായപ്പോഴത്തേനും എല്ലാവരും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമല്ലോ. അങ്ങനെ വന്നതുകൊണ്ടാവാം എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ ആ ടൈമൊക്കെ എല്ലാവരും ഉറങ്ങുമായിരുന്നു. കറക്റ്റ് പറഞ്ഞാൽ ഉറങ്ങുക തന്നെ ആയിരുന്നു. ഞാനും അല്ലോ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാനും അന്നേരം ഉറങ്ങിയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അല്ലു പുറത്തൂടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. രാവിലെ ഈ നമ്മുടെ മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ അല്ലുവിന് ഒത്തിരി ഇഷ്ടമായി. അവനത് കുറേ ടൈം ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്ന ബുക്ക്ലെറ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കി. എന്താ നോക്കിയെന്ന് വെച്ചാൽ നോക്കി അവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് എന്താണെന്നൊക്കെ. അങ്ങനെ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തിരിയാൻ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ജാടയൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ ബുക്ക്ലെറ്റൊക്കെ ഒന്ന് നോക്കി. എന്താ ചെയ്യുക, ടോയ്സ് ഒന്നും ഇല്ലല്ലോ. പിന്നെ അവൻ ആ ചെയറിൻ്റെ തന്നെ ഹാൻഡിലൊക്കെ പിടിച്ച് കാറൊക്കെ ഓടിക്കാമെന്ന് വെച്ചിട്ട് അതുപോലെയൊക്കെ ഇരുന്ന് ഫ്ലൈറ്റിനുള്ളിൽ കാർ ഓടിക്കുകയായിരുന്നു അവൻ്റെ മെയിൻ പരിപാടി അന്നേരം. 10 മണിയൊക്കെ ആയപ്പോൾ എയർ ഹോസ്റ്റസ് വിൻഡോയുടെ ഷട്ടർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ അതിലും ഇടയ്ക്ക് വാഷ്റൂം പോകണമെന്ന് പറഞ്ഞു, ഒന്ന് ഫ്രഷായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ബഹ്റൈനിൽ ഇറങ്ങി. നെക്സ്റ്റ് അവിടുത്തെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഗൾഫ് എയർ തന്നെയായിരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റും. ഒരു 1.5 കൊണ്ട് തന്നെ സൗദിയിലെത്തി. സൂപ്പർ സർവീസായിരുന്നു ഗൾഫ് എയറിൻ്റെത്. പിന്നെ അതിൽ ഒരു മിനി സ്ക്രീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൂവീസും കാർട്ടൂൺസും ഒക്കെ കാണുന്നുണ്ടായിരുന്നു.
ആ ഫ്ലൈറ്റിൽ നിന്നും ഞങ്ങൾക്കൊരു സ്നാക്സ് തന്നായിരുന്നു, ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. അത് അടിപൊളി സൂപ്പറായിരുന്നു. എനിക്ക് വലിയ ഒത്തിരി ഇഷ്ടമായി. നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, 1.5 മണിക്കൂറല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫ്ലൈറ്റിൽ ആരും ഉറങ്ങുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല, കാരണം കുറച്ച് ടൈമല്ലേ ഉള്ളൂ. അങ്ങനെ അവിടെ സ്ക്രീനൊക്കെ കിട്ടിയത് കൊണ്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരുന്നു, ലാഗില്ലായിരുന്നു. പിന്നെ ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും ടൈമിൽ ഒരുപാട് പേര് പറഞ്ഞു കേട്ടായിരുന്നു ചെവി വേദന എടുക്കും, വോമിറ്റിംഗ് വരും, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെന്ന്. ദൈവഭാഗ്യം വെച്ചാൽ എനിക്ക് വല്ലതും വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല സർവീസായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ജേണി സൂപ്പറായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ട് പോയ യാത്ര തന്നെയായിരുന്നു ട്രിവാൻഡ്രം ടു സൗദി വരെ ഉള്ളത്. ഈ ഫ്ലൈറ്റിൻ്റെ വിൻഡോ ഒരു ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടണൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് സമയം അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് കാർട്ടൂൺ മൂവി എന്തോ കണ്ടു. എന്നോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇതിൽ ഗെയിമുണ്ട്, കാർട്ടൂൺസ് ഉണ്ട്, മൂവീസ് ഉണ്ട്, നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റിലുണ്ടായിരുന്ന അത്രയും ടയർഡ്നെസ്, അത്രയും അല്ല ഒട്ടും ടയർഡ്നെസ് ഇതിലില്ലായിരുന്നു. ഭയങ്കര ഹാപ്പിയും എൻജോയ്മെൻറ്റിലായിരുന്നു. ആ സ്ക്രീനിൽ നിന്ന് അങ്ങോട്ട് ഇരുത്താൻ പെട്ട പാട് എനിക്കേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്നാക്സ് കൊണ്ടുവന്നത്. സൂപ്പറായിരുന്നു. നല്ലൊരു സാൻഡ്വിച്ച് ടൈപ്പായിരുന്നു. നല്ല ഫില്ലിംഗ് ആയിരുന്നു. പിന്നെന്താ പറയുക, ഫസ്റ്റ് ടൈം ആണ് ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റെ നല്ലൊരു ലാഗും ഒരു ബോറിങ്ങൊക്കെ കാണും. എല്ലാവരും ക്ഷമിക്കുക, ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഒരുപാട് നാൾ ഇത് ഡ്രാഫ്റ്റിൽ കിടന്നത് കൊണ്ട് ഒന്ന് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോസും ഇട്ടിട്ട്. അപ്പോൾ മോനെ കിട്ടി എടുക്കാൻ ഞാൻ ശരിക്കും ഇത് വിട്ടുപോകുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒന്ന് വോയിസ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഞാനൊന്ന് വോയിസ് ഓവർ കൊടുത്തതാണ്. അങ്ങനെ ഒരുപാട് മണിക്കൂറത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങളിതാ സൗദി അറേബ്യയിൽ എത്തിയിരിക്കുകയാണ്. അത് ഭയങ്കര എക്സൈറ്റഡാണ്. അമ്മ സൗദി അറേബ്യ എത്തിയോ, ഇതാണ് സൗദി, അയ്യോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സൗദിയിലെ എയർപോർട്ടിലൂടെ ഇങ്ങനെ നടന്ന് അവൻ്റെ അച്ഛനെ കാണാനുള്ള ഹാപ്പിനെസ്സിൽ അങ്ങനെ പോവുകയാണ്. അവിടുത്തെ എയർപോർട്ട് സൂപ്പറായിരുന്നു, കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങായി. എയർപോർട്ടിൽ നിന്ന് വൈഫൈ ഒക്കെ കണക്ട് ചെയ്തതിന് ശേഷം ചേട്ടനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ചേട്ടൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അച്ഛനെ കാണാനുള്ള ത്രില്ലിൽ കണ്ടു. ആളിങ്ങനെ പമ്മിയെ പോലെ ഇരുന്ന് പോവുകയാണ്. കുറേ നാളിന് ശേഷം കണ്ടതല്ലേ, അതിൻ്റെ ഒരു ഹാപ്പിനെസ്, ഒരു എക്സൈറ്റ്മെൻറ്റ് അതായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങിയായി. ഒരു 5 മാസം മുന്നേ ഉള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ കൂട്ടുകാരെ, ബൈ.